എൻ്റെ മുതലാളിക്കില്ല, ബദരീങ്ങൾക്കുമില്ല, ഔസുലാലങ്ങൾക്കുമില്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വന്തമായിട്ടൊരു കഴിവും ലോകത്ത് ആർക്കുമില്ല. ഒരു മനുഷ്യനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയൽ ആ നാട്ടുകാരും കുടുംബക്കാരും വേണ്ടവരല്ലേ അറിയുക. അവർക്കാർക്കും മഹാനവളെക്കുറിച്ച് കുട്ടിക്കാലം തൊട്ട് എന്തെങ്കിലും കുട്ടിത്തത്തിൻ്റെ ചാബല്യങ്ങളിൽ പോലും എന്തെങ്കിലും അരുതായ്മകൾ ചെയ്തത് പറയാൻ ആർക്കും ഇല്ല എന്നത് തന്നെ. ഇത് തന്നെയാണ് മഹാനവളുടെ ഏറ്റവും വലിയ കറാമത്ത്. മഹാനായ അനേകായിരം കറാമത്തുകളിലൂടെ സർവരുടെയും ആശാകേന്ദ്രമായി മാറിയ സ്വാഹിബുൽ വിലായത്തി വൽ കറാമാത്ത് വലിയുല്ലാഹി സിയം റളിയല്ലാഹു അൻഹു മഹാനവളുടെ 34-ാമത്തെ ആണ്ട് നീർച്ച അവർ ജനിച്ചു വളർന്ന വീട്ടിൽ നടക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ അവരെ വിളിക്കുന്നത് അവർക്കൊരു പ്രത്യേക കഴിവ് അള്ള കൊടുത്തതല്ലാതെ ഉണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ റമദാൻ 3-ാമത്തെ വ്യാഴാഴ്ച റാസൽ ഖൈമയിൽ താവൂസ് ടൈലറിംഗ് ഷോപ്പിൽ ആറാളം അബ്ദുറഹ്മാൻ ഹാജി എന്നെ ദ്വാരിപ്പിക്കാൻ വേണ്ടി ചെന്നു. അത് കഴിഞ്ഞപ്പോൾ യാസർ കാളടന്നൊരു ചെറുപ്പക്കാരനും വേറെ ഒരു ചെറുപ്പക്കാരനും വന്നു. അങ്ങനെ സംസാരിച്ച് മറ്റവൻ പോയപ്പോൾ യാസർ കാളനോട് പറഞ്ഞു, ഇവൻ കഠിന പുത്തനാശയക്കാരനാണ്, സദാസമയത്തും നിങ്ങളെ തെറി പറയുന്ന ആളാണ്, നിങ്ങൾ ബദരീങ്ങളെ നാർപ്പും വിളി ഉണ്ടാക്കി വിളിക്കുന്ന ആളാണ്, അവനക്ക് നിങ്ങളെ പറ്റിയ സംശയമുണ്ട്, ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വളരെ സന്തോഷം എന്ന് പറഞ്ഞു. ചോദിച്ചാൽ വളരെ സന്തോഷം. അങ്ങനെ അവൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ബദരീങ്ങളെന്ന് വിളിക്കാറില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല, എൻ്റെ ഉമ്മക്കില്ല, എൻ്റെ വാപ്പക്കില്ല, എൻ്റെ ഉസ്താദിനില്ല, എൻ്റെ ഡോക്ടർക്കില്ല, എൻ്റെ മുതലാളിക്കില്ല, ബദരീങ്ങൾക്കുമില്ല, ഔസുലാലങ്ങൾക്കുമില്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വന്തമായിട്ടൊരു കഴിവും ലോകത്ത് ആർക്കുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഉമ്മക്ക് എനിക്കെന്തെങ്കിലും അസഹ്യമായ വയറുവേദന ഉണ്ടാക്കുമ്പോൾ, സഹിക്കാൻ കഴിയാക്കുമ്പോൾ എൻ്റെ അമ്മേന്ന് ഞാൻ ആർപ്പും വിളിയൊക്കെ ഉണ്ടാക്കി വിളിക്കാറുണ്ട് പറഞ്ഞ്. ഞങ്ങളും വിളിക്കില്ലേന്ന് വെച്ച്. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞു, യാസർ കാളു, അത് ഭൗതിക കഴിവല്ലേ, ഇവിടെ സംസാരം ഭൗതിക കഴിവല്ല, അഭൗതിക കഴിവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, കഴിവ് ഭൗതികം അഭൗതികം എന്ന് രണ്ട് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നില്ലേ കോഴിക്കോട് ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ് മിസ്റ്റർ ഗഫൂർ, നിങ്ങൾക്കറിയില്ലേ? അറിയാം. മിസ്റ്റർ ഗഫൂറിന് 52 വയസ്സുള്ള സമയത്ത് പടിഞ്ഞാറ്റുമുറി സെയ്ദ്വാക്ക എന്ന് പറയുന്നൊരു വയസ്സായ മനുഷ്യൻ ഹാർട്ട് പേഷ്യൻ്റായി വന്നു. അങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ മിസ്റ്റർ ഗഫൂർ പറഞ്ഞത്, 25 കൊല്ലത്തിന് നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. അത് പറയലും മിസ്റ്റർ ഗഫൂർ പേനൊരു ഭാഗത്തേക്കും അദ്ദേഹം മറുഭാഗത്തേക്കും വീണത് അദ്ദേഹത്തിൻ്റെ ഭൗതിക കഴിവായിരുന്നില്ല. അത് എന്തേ അദ്ദേഹത്തിന് സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കഴിവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം ഭൗതിക കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ 52-ാമത്തെ വയസ്സിൽ നല്ല ആരോഗ്യവാനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ഭാര്യ മക്കളോടൊന്നും പറയാതെ അങ്ങനെ അദ്ദേഹം മരിക്കാൻ പാടില്ലായിരുന്നല്ലോ. അദ്ദേഹത്തിന് സ്വന്തം കഴിവുണ്ടായിരുന്നെങ്കിൽ. അദ്ദേഹം മാത്രമല്ല ലോകത്താദ്യമായിട്ട് ഹൃദയ ശാസ്ത്രക്രിയ തുടങ്ങി വെച്ചത് എല്ലാവരും നേതാവ് സൗത്ത് ആഫ്രിക്കയിലെ ക്രിസ്ത്യൻ ബർണാണ്ടാണ്. 1964 ഹൃദയ ശാസ്ത്രക്രിയ തുടങ്ങിയത്. അദ്ദേഹം മരിച്ചതും ക്യാൻസർ കൊണ്ടല്ല, ആക്സിഡൻറ്റിലല്ല, മറിച്ച് അറ്റാക്കായിട്ടാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഒരു കഴിവുമില്ല. പക്ഷേ
അള്ളാഹു തആല കഴിവ് കൊടുത്ത ആ കഴിവ് കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവില്ല. നിങ്ങളുടെ കടയിൽ പാർട്ട് ടൈം തൊഴിലാളി ഉണ്ടാകും, ഫുൾ ടൈം തൊഴിലാളി ഉണ്ടാകും, ഓവർ ടൈം തൊഴിലാളി ഉണ്ടാകും. പാർട്ട് ടൈം തൊഴിലാളിക്ക് കൊടുക്കുന്ന ശമ്പളമാണോ നിങ്ങൾ ഫുൾ ടൈം തൊഴിലാളിക്ക്? അല്ല, അതാണോ നിങ്ങൾ ഓവർ ടൈം തൊഴിലാളിക്ക്? അല്ല, അത് കൊടുക്കാൻ പാടില്ല ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഞാനും നിങ്ങളും ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തും തോന്നിവാസങ്ങളും കാട്ടിക്കൂട്ടലുകളൊക്കെ എന്നിട്ടും അള്ളാഹു തആല ഇത്രയൊക്കെ കഴിവും ശക്തി നമുക്ക് നൽകിയെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ അവർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് എന്താണ്? അവർക്ക് എത്രയാണത് തിട്ടപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? അത് ആർക്കും കഴിയില്ല. അപ്പോൾ അള്ളാഹു തആലക്ക് കുറേ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഫിൽ ഹയാത്ത് വഫിൽ ബഅദൽ ഹയാത്ത് ബിലാ ഹദ്ദിൻ വലാ ഹസ്രിൻ. അല്ലാമ ഇബ്നു കസീർ പറഞ്ഞത് അള്ളാഹു തആല അവൻ്റെ ഔലിയാക്കൾക്ക് കണക്കും കയ്യുമില്ലാതെ ഹയാത്തിന് ശേഷം, മരണത്തിന് ശേഷം, മരണത്തിന് മുമ്പും അള്ളാഹു തആല കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും CM വലിയുല്ലാഹി റളിയല്ലാഹുവിൻ്റെ ആണ്ട് ജന്മനാട്ടിൽ ഇത്രയും വിപുലമായി പലവട്ടം ഇവിടെ നടക്കുന്നു, അതുപോലെ CM സെൻറ്ററിൽ നടക്കുന്നു, മക്കാമിൽ നടക്കുന്നു എന്നത് ഈ നാട്ടുകാർക്ക് ആർക്കും മഹാനവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാനില്ലല്ലോ. കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു. ഒരു മനുഷ്യനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയൽ ആ നാട്ടുകാരും കുടുംബക്കാരും വേണ്ടവരല്ലേ അറിയുക. അവർക്കാർക്കും മഹാനവളെക്കുറിച്ച് കുട്ടിക്കാലം തൊട്ട് എന്തെങ്കിലും കുട്ടിത്തത്തിൻ്റെ ചാബല്യങ്ങളിൽ പോലും എന്തെങ്കിലും മരുതായ്മകൾ ചെയ്തത് പറയാൻ ആർക്കും ഇല്ല എന്നത് തന്നെ. ഇത് തന്നെയാണ് മഹാനവളുടെ ഏറ്റവും വലിയ കറാമത്ത്.